രാജ്യത്ത് വരുന്നത് കൊടും തണുപ്പ്. കാലാവസ്ഥാ വകുപ്പിൻ്റേതാണ് മുന്നറിയിപ്പ്. ലാനിന പ്രതിഭാസം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ മുന്നറിയിപ്പ്. ഇത് രാജ്യത്ത് കൊടും തണുപ്പിന് കാരണമാകും. ഈ വർഷം അവസാനത്തോടെയാണ് ലാനിന പ്രതിഭാസം അനുഭവപ്പെടുക. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇതിൻ്റെ ഫലമായി കൊടും തണുപ്പാവും അനുഭവപ്പെടുക. ലാനിന പ്രതിഭാസം ഉണ്ടാകാൻ 71% സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ കാലാവസ്ഥാ പ്രവചനം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തും കൊടും ശൈത്യം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഡിസംബർ മുതൽ 2026 ഫെബ്രുവരി വരെ ലാനിന പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യത 54%. എന്താണ് എൽനിനോയും ലാനിനയും? പസഫിക് സമുദ്രോപരിതലത്തിലെ ഊഷ്മാവിനെ ബാധിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോയും ലാനിനയും. എൽനിനോ ഭൂമധ്യരേഖാ പ്രദേശത്തെ പസഫിക് സമുദ്ര ഉപരിതലത്തിൽ ചൂട് കൂടുന്ന സാഹചര്യമാണ്. ഇത് കാലവർഷത്തെ ബാധിക്കും. ഇതിന് വിപരീതമാണ് ലാനിന. സമുദ്രോപരിതലം തണുക്കും. മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോൾ ഉണ്ടാകുന്ന ലാനിന പ്രതിഭാസം ലോകത്ത് കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കും. ലാനിന മൂലം ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കനത്ത മഞ്ഞ് വീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സെപ്റ്റംബർ 15 വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. സാധാരണയായി സെപ്റ്റംബർ 17 വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് മൺസൂൺ പിൻവാങ്ങാൻ തുടങ്ങും. ഒക്ടോബർ 15 പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യും. രാജ്യത്ത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതായാണ് റിപ്പോർട്ട്. ദക്ഷിണേന്ത്യൻ മൺസൂണിൽ ഹിമാലയത്തിൻ്റെ പങ്ക് വലുതാണ്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീശുന്ന വരണ്ട ശീതക്കാറ്റ് തടയുന്നത് ഹിമാലയമാണ്. അങ്ങനെ ഇന്ത്യയുടെ കരപ്രദേശത്ത് നിശ്ചിത താപനില നിലനിർത്താൻ ഹിമാലയം സഹായിക്കുന്നു. മൺസൂൺ സംഭവിക്കുന്നതിന് അത്യാവശ്യമായ കരയും കടലും തമ്മിലുള്ള താപവ്യത്യാസം ഇതുവഴി നിലനിർത്താൻ കഴിയുന്നു. മൺസൂൺ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിൽ ഹിമാലയത്തിന് വലിയ പങ്കുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഹിമാലയത്തിൽ തട്ടിയാണ് മുകളിലേക്ക് ഉയരുന്നത്. ഈ കാറ്റാണ് ഹിമാലയത്തിൻ്റെ തെക്കേ ചരിവിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ പെയ്യ്ക്കുന്നത്.